നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഏകദേശം ഒരു 170 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. ഇന്ത്യ US ട്രേഡ് ഡീലുകളെല്ലാം തന്നെ ധാരണയായി എന്നുള്ളതാണ് മാർക്കറ്റിന് പോസിറ്റീവായിട്ട് വന്നത്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഒരാഴ്ചയിൽ നാളെ കഴിഞ്ഞാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ. അതിനുശേഷം വെള്ളിയാഴ്ചയാണ് US ഒക്കെ ഇൻഫ്ലേഷൻ ഡേറ്റകളുള്ളത്. അപ്പോൾ ഓവർനൈറ്റ് പൊസിഷൻസിൽ തന്നെ ഒന്ന് കെയർഫുൾ ആവുക. ഒരുപാട് കമ്പനീസിന് റിസൾട്ട് ഇന്നുണ്ട്. റിസൾട്ട് Q3 ഫലങ്ങൾ തീർന്നിട്ടില്ല. പ്രധാനമായിട്ടും ഇന്ന് ഹെൽത്ത് കെയർ ആൻഡ് ഫാർമ സെക്ടറിൽ നിന്ന് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. കൂടാതെ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ഐഷർ മോട്ടോഴ്സും ട്രാക്ടർ നിർമ്മാതാക്കളായിട്ടുള്ള എസ്കോട്ട് കുബൂത്തയുടെയും റിസൾട്ട് വരുന്നുണ്ട്. ഇൻഫ്ര, റിയൽ എസ്റ്റേറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് അഫ്കോൺ ഇൻഫ്രയുടെ റിസൾട്ട്, ദിലീപ് ബിൽക്കോണിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ആഷ്യാന ഹൗസിങ്ങിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ഇനി FMCG സെക്ടറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബ്രിട്ടാനിയയുടെയും ജുബിലാൻഡ് ഫുഡ് വർക്കിൻ്റെയും റിസൾട്ട് വരുന്നുണ്ട്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ നിന്ന് കർണാടക ബാങ്കും എഡൽവൈസ് ഫിനാൻസിൻ്റെയും റിസൾട്ട് വരുന്നുണ്ട്. ഇനി എനർജി പവർ സെക്ടറിൽ നിന്ന് ഓയിൽ ഇന്ത്യയും NLC ഇന്ത്യയുടെയും ടോറൻറ്റ് പവറിൻ്റെയും റിസൾട്ടാണ് വരുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ വോളറ്റിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള മിഡ് ക്യാപ്പിലൊക്കെ വോളറ്റിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള കമ്പനീസിൻ്റെ റിസൾട്ടൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. കാരണം വിക്സ് ഡൗൺ ആയിരിക്കാം, പക്ഷേ വിക്സിൽ മാറ്റമില്ലാതെ തന്നെ പ്രീമിയത്തിലൊക്കെ മാറ്റം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഈ വരുന്ന സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ കൊച്ചി നമ്മുടെ ഓഫീസിൽ വെച്ച് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും കമ്മോഡിറ്റിയുടെയും ക്രിപ്റ്റോ ഫോറക്സ് എല്ലാത്തിൻ്റെ ട്രെയിനിങ് ഉണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ കാണുന്നത് ഗോൾഡാണ്. ഗോൾഡ് $5037, സിൽവർ $81, ബിറ്റ്കോയിൻ 70,000, ബ്രന്റ് ഓയിൽ 68, നാച്ചുറൽ ഗ്യാസ് 3.1, ഗിഫ്റ്റ് നിഫ്റ്റി കാണാം 25,987. നമുക്കുണ്ടായിരുന്ന ക്ലോസിങ് 25,905 ആയിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് നമുക്ക് ആസ് ഓഫ് നൗ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് സസ്റ്റെയിൻ ചെയ്യുന്ന അറിയില്ല. ഡോ നെഗറ്റീവായിട്ടാണ്. ചൈന, കൊറിയ മാർക്കറ്റുകളും ഏറ്റവും താഴെ ക്ലോസ് ആയ യൂറോപ്യൻ US മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. എന്നാൽ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത് കാണാൻ സാധിക്കും. ICICI ബാങ്കും HDFC നെഗറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കാണാൻ സാധിക്കും. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകുമ്പോൾ BSE നെറ്റ് പ്രോഫിറ്റ് 601 കോടി രൂപ, 219 കോടി രൂപയിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. റവന്യൂ 62% ഉയർന്നു. സൻസാര എഞ്ചിനീയറിംഗ് കമ്പനി 23% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർച്ച കൈവരിച്ചു. റവന്യൂ 24% ഉയർന്നു. ഓറബിൻ്റെ ഫാർമ ഇവർ നെറ്റ് പ്രോഫിറ്റ് 7% ഇയർ ഓൺ ഇയർ ഉയർന്നിട്ടുണ്ട്. നവീൻ ഫ്ലോറിൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 83 കോടി രൂപയിൽ നിന്ന് 185 ഉയർന്നു. മാരിക്കോ കമ്പനി ഇവർ 75% സ്റ്റേക്ക് സ്കിൻറ്റിക് എന്ന് പറയുന്ന ഒരു വിയറ്റ്നാം ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പനീനെ ഏറ്റെടുത്തു. രാംകോ സിമൻറ്റ് കമ്പനി ഇവർ 182 നിന്ന് 385 പ്രോഫിറ്റ് ഉയർത്തി. GSFC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 18% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി. ജീനസ് പവർ നെറ്റ് പ്രോഫിറ്റ് ഇവർ 56 കോടി രൂപയിൽ നിന്ന് 140 ഉയർന്നു. ICGS ഹെവി എഞ്ചിനീയറിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 55 നിന്ന് 97 ഉയർന്നു. ആംബർ എൻ്റർപ്രൈസസ് നെറ്റ് പ്രോഫിറ്റ് 62 നിന്ന് 130 ഉയർന്നു. അപ്പോളോ മൈക്രോ സിസ്റ്റം കമ്പനി ഇവർ 18 നിന്ന് 30 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സംഭവ് സ്റ്റീൽ കമ്പനി പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് വഴി അവർക്ക് 361 കോടി രൂപ മിനിസ്ട്രിയിൽ നിന്ന് ലഭിച്ചു. നവീൻ ഫ്ലോറൈൻ 83 നിന്ന് 185 പ്രോഫിറ്റ് ഉയർന്നു. ലിൻഡ ഇന്ത്യ കമ്പനി 116 നിന്ന് 190 പ്രോഫിറ്റ് ഉയർത്തി. റെയിൽറ്റെയിൽ കമ്പനിക്ക് 455 കോടി രൂപയുടെ ഓർഡർ കിട്ടി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. അപ്പോൾ വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് എത്താം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.